ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക് ഉണ്ടാക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, നല്ല മണമുള്ള, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക്. ബേക്കേഴ്സ് ഉണ്ടാക്കുന്നത് പോലെയുള്ള, ഞാനൊരു വലിയ ബേക്കറൊന്നുമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബേക്കേഴ്സ് ഉണ്ടാക്കുന്നത് പോലെയുള്ള ടീ കേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അളവുകളെല്ലാം കൃത്യമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം 1 കപ്പ് മൈദ, മുകൾ ഭാഗം ഇങ്ങനെ തട്ടി മാറ്റി 1 കപ്പ് മൈദ എടുക്കുക. അതിനോടൊപ്പം 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കളറൊന്നും ചേർക്കാതെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഇടുക. അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലോറും ചേർക്കുക. എന്നിട്ട് ഈ മൈദ നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അത് മാറുന്നതിനും ഈ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സായി വരുന്നതിനുമാണ് 3 പ്രാവശ്യം അരിക്കണം എന്ന് പറഞ്ഞത്. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന, ഈ കേക്ക് എന്നല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്കുകൾക്കും ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാറില്ല. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ കേക്ക് എങ്ങനെ സ്പോഞ്ചി ആകുന്നു എന്ന് കേട്ടാൽ അതിനൊരൊറ്റ ടിപ്സേ ഉള്ളൂ. നമ്മൾ മുട്ട അടിക്കുമ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് അടിക്കുക. ആ വെള്ള നല്ല സ്റ്റിഫാക്കി എടുക്കുക. അപ്പോൾ അത് 4 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ല സ്റ്റിഫാകുന്നത് വരെ അടിച്ചെടുക്കുക. ഇത് തന്നെയാണ് കേക്ക് സ്പോഞ്ചി ആകാനുള്ള ഏക പോംവഴി എന്നുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അതിനോടൊപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് പൊടിക്കുമ്പോൾ അത് 1 കപ്പ് പഞ്ചസാരയായിട്ട് വരും. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തത് നല്ല സ്റ്റിഫായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം കൂടെ അടിച്ച് അതിന് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞ മാത്രം കുറച്ച് പഞ്ചസാര ബാക്കി വെച്ച് അതും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുക. ഈ മഞ്ഞ ഒരു വെള്ള കളർ, പ്യുവർ വൈറ്റ് ആവില്ല, എന്നാലും ഒരു ക്രീം കളർ ആകുന്നത് വരെ ഇത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ഇട്ടടിച്ചതിന് ശേഷം അതിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മൈദ മാവും കോൺഫ്ലോറും കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് പാല് മാറ്റി വെക്കണം. ആ 1/4 കപ്പ് പാല് ഇതിൽ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഈ മൈദ ഒരു 3 പ്രാവശ്യമായിട്ടെങ്കിലും മിക്സ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ പാലും നമുക്ക് 2 പ്രാവശ്യമായിട്ടും 3 പ്രാവശ്യമായിട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് സാവകാശം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കട്ടിപിടിച്ച് വരുമ്പോൾ കുറച്ച് മുട്ടയുടെ അടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഈ വെള്ളം ഇങ്ങനെ താന്നു പോവാതെ ഒരേ സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ കറക്കി വളരെ സാവകാശം മിക്സ് ചെയ്യണം. ഇത് തന്നെയാണ് കേക്കിൻ്റെ ടെക്സ്ചർ നിശ്ചയിക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം ഈ മുട്ടയുടെ വെള്ളം എന്നുള്ളത്. കണ്ട, ഇതേ അളവിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. ഇതിന് മുമ്പേ തന്നെ ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ടീ കേക്ക്. നമുക്ക് പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സൈഡൊന്നും കട്ട് ചെയ്തില്ല. ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, വളരെ ലൈറ്റായിട്ടുള്ളൊരു മഞ്ഞ കളറും ഉണ്ട്, നല്ല മണവുമാണ്, അതോടൊപ്പം നല്ല ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ.